നമസ്കാരം. പൂരാടം നാളിൻ്റെ പ്രത്യേകതകളും അവസ്ഥകളും ഗുണദോഷ സ്ഥിതികളും പരിഗണിക്കുകയാണ്. ശുക്രനാണ് നക്ഷത്രത്തിൻ്റെ അധിപൻ. ശുക്രദശയിലാണ് എല്ലാ പൂരാടംകാരുടെയും ജനനം. പിന്നീട് ആദിത്യദശ, ചന്ദ്രദശ, ചൊവ്വ, രാഹു, വ്യാഴം ഇങ്ങനെ പോകുന്നു. വിധിപ്രകാരം കണക്കാക്കി നിങ്ങളുടെ ജനനശിഷ്ടം ശുക്രദശ എത്രയുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ദശാകാലങ്ങളുടെ പ്രത്യേകതകളൊക്കെ അറിയാനായിട്ട് കഴിയും. ജാതകത്തിൽ ശുക്രൻ നിൽക്കുന്ന സ്ഥാനം ഗുണകരമല്ലെങ്കിൽ ശുക്രദശ പോലും ചിലപ്പോൾ വിപരീതമായേക്കാം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും തടസ്സമോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ കാര്യപരാജയങ്ങളോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായി നിങ്ങളുടെ ജനന തീയതി സമയം ഇതിന് അനുസരിച്ച് ഗ്രഹനില തയ്യാറാക്കി അത് പ്രകാരമുള്ള പ്രതിവിധികൾ ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ആദിത്യദശയിൽ അസ്വസ്ഥതകൾ, ശാരീരിക ക്ലേശങ്ങൾ, പകർച്ചവ്യാധികൾ ഇതൊക്കെ വരാം. തുടർന്ന് വരുന്ന ചന്ദ്രദശ ഗുണകരമാണെങ്കിൽ ഉന്നത വിദ്യാഗുണം, കാര്യവിജയം, ഒട്ടേറെ നേട്ടങ്ങൾ ഇതൊക്കെ വരാം. പിന്നീടുള്ള ചൊവ്വാദശയിൽ ചൊവ്വ അനുകൂലമാണെങ്കിൽ വലിയ ലക്ഷ്യപ്രാപ്തി, തൊഴിൽപരമായ നേട്ടങ്ങൾ, അഭിവൃദ്ധി ഇതെല്ലാം നിങ്ങൾക്ക് വരും. പിന്നീട് വരുന്ന രാഹു ദശയും ഗുണദോഷ സമ്മിശ്രമാകാം. രാഹു സ്ഥാനം കൊണ്ട് ദോഷമാണെങ്കിൽ ശാരീരിക ക്ലേശങ്ങൾ, കടുത്ത മനപ്രയാസങ്ങൾ, പലവിധ ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സൂക്ഷ്മമായ ജാതകമനുസരിച്ചുള്ള പ്രതിവിധി ചെയ്യുക. ദേവീക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ദിവസം നെയ്വിളക്ക്, വെളുത്ത പുഷ്പങ്ങളെ കൊണ്ട് മാല ചാർത്തി, നെയ്പായസ നിവേദ്യം, പുഷ്പാഞ്ജലി ഈ വഴിപാടുകൾ ഒരു 3 വെള്ളിയാഴ്ച ചെയ്യുന്നത് നല്ലതാണ്. സ്വന്തം ഗൃഹത്തിൽ വലിയ ഭഗവതി സേവ ചെയ്യുന്നത് വളരെ പ്രയോജനം ചെയ്യും. ഡയമണ്ട് അഥവാ വജ്രക്കല്ല് വെള്ളി മോതിരത്തിലാക്കി ധരിക്കുന്നതും ഗുണകരമാണ്. അതോടൊപ്പം മഹാശൂലിനി യന്ത്രം വിധിപ്രകാരം പൂജ ചെയ്ത് ദേഹധാരണം നടത്തുന്നതും വളരെ ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്.